മേപ്പാടിയിലെ ക്യാമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ മുണ്ടക്കയിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട നിരവധി പേരുണ്ട്. തലനാരിഴക്കാണ് ഇവരൊക്കെ തന്നെ രക്ഷപ്പെട്ടത്. അവിടെയുള്ള ഒരു ആശാ വർക്കർ കൂടിയായ സുബൈദ ഉണ്ട്. അന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഞങ്ങൾ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി ഞങ്ങൾ മദ്രസയിലേക്ക് സേഫായി. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിലേലും വലിയൊരു ശബ്ദം കേട്ടപ്പോൾ മദ്രസ ജർക്കിങ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി ഒരു നിരന്ന സ്ഥലത്തേക്ക് മാറി. പക്ഷെ അവിടെ സേഫ് അല്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ കുന്ന് കയറി. പക്ഷേ കുന്നിൻ്റെ മേലെ കൂടി ചെളിയും മണ്ണും വന്നപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾ 100-300 ആൾക്കാർ നിരന്ന സ്ഥലത്ത് നിന്ന് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകുന്ന ശബ്ദത്തിൽ ഞങ്ങൾ അവിടെ നിന്ന്. അങ്ങനെ 2 മണി മുതൽ രാവിലെ 7 മണി വരെ ആ മഴത്ത് ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇരിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങളും മറ്റു ബന്ധുക്കളൊക്കെയോ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. വീടൊക്കെ എന്താ അവസ്ഥ? വീടൊന്നുമില്ല, വീടൊക്കെ പോയി, വീടെല്ലാം പോയി, വീടൊന്നുമില്ല. തൊട്ടടുത്ത വീട് കുറഞ്ഞ വീടുണ്ട്, ബാക്കിയൊക്കെ പോയി. ഒരു 10 വീടുണ്ടാവും, അത്രയേ ഉള്ളൂ. 10-15 വീടുണ്ടാവും, ബാക്കിയൊക്കെ പോയി കഴിഞ്ഞു. ഉരുൾപൊട്ടൽ തുടങ്ങിയ സമയത്ത് തന്നെ അറിഞ്ഞിട്ട് നിങ്ങൾ ഓടിയതാണ് അല്ലേ? ഞങ്ങൾ വീട്ടിലേക്ക് വെള്ളം കയറി, അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഓടി. ആ ഭാഗത്തുള്ള മുഴുവൻ പേരും അങ്ങനെ സേഫ് ആയി? എല്ലാവരും അങ്ങനെ ഇറങ്ങി ഓടിയ ആൾക്കാരാണ്. മേഖലയില് വീടുകളൊക്കെ എല്ലാം നശിച്ച അവസ്ഥയാണോ? വീടുകളൊക്കെ പൂർണ്ണമായും പോയി, ഒരു വീടുകളില്ല, തരിശു ഭൂമിയാണ്. ഇപ്പൊ കുറച്ച് വീടുകളുള്ളതിൽ അതിലത്തെ ആൾക്കാരൊക്കെ സേഫാണ്. എല്ലാവരും ക്യാമ്പിലുണ്ട്, രോഗികളുണ്ട്. പിന്നെ മരിച്ച ആൾക്കാരെ ബോഡി ഇനി ഒരുപാട് കിട്ടാനുണ്ട്. കുറച്ച് ബോഡി കിട്ടിയിട്ടുള്ളൂ. അതിലൊരു 6 വയസ്സ കുട്ടീനെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഒരു 12 വയസ്സ കുട്ടീനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമശ്വാസം കൊടുത്തു. അവരെ മൂക്കിൽ ഞാൻ ആ ചെളി ഞാൻ എൻ്റെ വായിലേക്ക് വലിച്ചെടുത്ത് 2 പേര് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ കൊടുന്നപ്പോൾ ഞാൻ അവരെ മൂക്കുന്ന അവരെ മണ്ണും ചെളി ഞാൻ എൻ്റെ വായിലേക്ക് വലിച്ചെടുത്തിട്ട് ശ്വാസം കൊടുത്തിട്ട് അവരെ പിന്നെ നെഞ്ഞൊഴിഞ്ഞ് റെഡിയാക്കിയിട്ട് ചൂടുള്ള പുതപ്പിൽ പൊതിച്ച് റെഡിയാക്കി ചൂടാക്കിയിട്ട് രക്ഷപ്പെടുത്തി. 6 വയസ്സായ കുട്ടി, 12 വയസ്സായ മോനും, 2 പേര്. അവരെ ഉമ്മയും ഉപ്പി ബാക്കി എല്ലാവരും പോയി. ആ സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയത്? 2 ചെറുക്കന്മാരെ കൊണ്ടുതന്നത്, എടുത്തു വന്നത്. ഞാൻ എടുക്കാൻ പോയിട്ടില്ല, അവരെടുത്തു കൊണ്ട് എൻ്റെ കൈ കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ അവരെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പഠിച്ചത് ഞാൻ അവർക്ക് ചെയ്തിട്ട് രക്ഷപ്പെടുത്തി. ചളിയൊക്കെ നിറഞ്ഞിരിക്കുവായിരുന്നു വായിലും മൂക്കിലും? എൻ്റെ വായം കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിയിട്ട് പിന്നെ വലിച്ചെടുത്തിട്ട് അവർക്ക് വെള്ളം കൊടുത്തിട്ട് ശ്വാസം കൊടുത്തപ്പോൾ കണ്ണ് തുറന്നു, അപ്പൊ വെള്ളം കൊടുത്തു. ഈ രക്ഷപ്പെട്ട മേഖലയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്, ആശാ വർക്കർ കൂടിയാണ് സുബൈദ. 2 കുഞ്ഞുങ്ങളെ, ഈ മേഖലയിൽ നിന്ന് ദുരന്തത്തിൽപ്പെട്ട 2 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക കൂടി ചെയ്തു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ക്യാമ്പിൽ സുരക്ഷിതമായി കഴിയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.